എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന, എന്നെ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന, ഒരുപാട് ഇഷ്ടമുള്ള, എന്നെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ കഴിവുള്ള ഒരാള് എൻ്റെ കൂടെ മരണം വരെ ഉണ്ടെങ്കിലോ ഉറപ്പല്ലേ ആ ലൈഫ് വേറെ ലെവലായിരിക്കുമെന്ന്. അതുകൊണ്ടാണ് മരണമില്ലാത്ത നമ്മുടെ സൃഷ്ടാവായ പടച്ചവന്റെ അടുത്തേക്ക് ഏറ്റവും കൂടുതലായി എടുക്കാൻ വേണ്ടി പറയുന്നത്. കാരണം ഒരു ശില്പിക്ക് മാത്രമേ താനുണ്ടാക്കിയ ശില്പത്തെ ഏറ്റവും നന്നായി അറിയുള്ളൂ. നമ്മൾ എന്താ ചെയ്യാ? നമ്മുടെ ഹൃദയം കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള മനുഷ്യന്മാർക്ക് കൊടുക്കും. അവിടെ സേഫ് ആണെന്ന് കരുതും. അവിടെ പൊട്ടും. നമ്മൾ വീണ്ടും ആ ഹൃദയം എടുത്ത് വേറെ ആളിന് കൊടുക്കും. അയാൾ എന്റെ ഹൃദയം നോക്കിക്കോളുമെന്ന്. ഒരൊറ്റ കാര്യം പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെടില്ല നിങ്ങളുടെ ഹൃദയം ആദ്യം പടച്ചോനെ കൊടുത്താൽ. ഇതെന്റെ വാക്കാണ്. ഡു എവ്രിതിങ് ഫോർ ദ സേക്ക് ഓഫ് യുവർ ലോർഡ്. ഉറപ്പാണ്, ജീവിതം ഏറ്റവും മനോഹരമായി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടും. ഹലോ എവ്രിവൺ. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ 2-3 പേരുടെ സെയിം സ്റ്റാറ്റസ് കണ്ടു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി. അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഞാൻ മുന്നേ സ്റ്റാറ്റസ് ഇട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോ അത്രയും അടിപൊളിയാണ്. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സമാധാനം ഫീൽ ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്ന കാര്യം 100 അല്ല 110% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള അറിവുകൾ നമ്മൾക്ക് അറിയെങ്കിലും നമ്മൾ സ്റ്റാറ്റസ് ഇടുകയും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും നമ്മൾ അടിപൊളിയാണ്. പക്ഷേ ഒരു വശത്ത് എന്തുകൊണ്ട് എൻ്റെ ലൈഫ് മാത്രം ഇങ്ങനെ, എന്തിനാ പഠിച്ചോൻ എന്നെ പിന്നെയും പരീക്ഷിക്കുന്നത്, എൻ്റെ ലൈഫിലേക്ക് ഇത് മാത്രം വന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനങ്ങനെ പരാതി, ഉള്ളതിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താൻ പറ്റാതെ ഇല്ലാത്തതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പരാതി പറയുകയും, അപ്പോൾ ശരിക്കും നമ്മളവിടെ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടാവിനെ കൂടിയാണ് അവിടെ പരാതി പറയുന്നത്. നമ്മളിപ്പോൾ നമ്മളിലുള്ള നമ്മളെ കുറവുകളും പരാതികളും നമ്മളിങ്ങനെ എടുത്തെടുത്ത് കാണുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഞാൻ ശരിയല്ല, ഞാൻ ഓക്കെ അല്ല എന്നൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ശരിക്ക് നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലേ നമ്മളവിടെ കുറ്റം പറയുന്നത്. നമ്മളൊരു ശില്പത്തെ നോക്കിയിട്ട് നമ്മളിങ്ങനെ ആ ശില്പം ഭയങ്കര അതിനെ കണ്ടിട്ട് അതായത് ഒട്ടും ഇഷ്ടമാവണില്ല, ഒരു രസമില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് അതിൻ്റെ ശില്പിയെ കൂടിയല്ലേ. അതുപോലെ തന്നെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുകയും നമ്മളെ ലൈഫിന് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തന്നിട്ടുള്ള ആ ലൈഫ് തന്നിട്ടുള്ള ആ ശില്പിനെ കൂടിയാണ് അവിടെ നമ്മൾ പരാതിപ്പെടുത്തുന്നത്. ഇങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നത് അടിപൊളിയാണ്, അത് ഷെയർ ചെയ്യുന്നതൊക്കെ അടിപൊളിയാണ്. പക്ഷേ നമ്മളെ റിയാലിറ്റിക്ക് വരുമ്പോൾ നമ്മൾ അതായത് 2 തോണിയിൽ കാലിടുന്നതിന് പകരം ഒന്ന് ചിന്തിക്കുക. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. നമ്മൾക്ക് ആ ഒരു സ്നേഹം അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ 2 തോണിയിൽ കാലിടാതെ ഒരൊറ്റ തോണിയിൽ കാലിട്ട് എവിടുന്നാണോ നമ്മൾക്ക് എന്താണോ വേണ്ടത്, എന്തിലേക്കാണോ എത്തിച്ചേരേണ്ടത്, നമ്മൾക്ക് എന്താണോ നമ്മൾ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ സ്റ്റിൽ സറണ്ടഡ് ആയിട്ട് നമ്മളെ ലൈഫിലെ ഏതൊരു കാര്യത്തിനും സറണ്ടേർഡ് മൈൻഡോട് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കൂടെ പടച്ചോൻ എപ്പോഴും ഉണ്ടാവും. നമ്മൾ സ്നേഹം മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം സ്വയത്തിൽ സ്നേഹം കൊടുത്ത് നിറക്കുക. അപ്പോൾ നമ്മളെ കൂടെ എന്തായാലും സൃഷ്ടാവ് ഉണ്ട് എന്ന്, നമ്മളെ കണ്ടനാളത്തിനോടും അടുത്ത് നമ്മളെ സൃഷ്ടാവ് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ജീവിതത്തിൽ സങ്കടപ്പെടുന്നതും പരാതി പറയുന്നതും. എല്ലാ പ്രയാസത്തിനും മുന്നിലും ഒരു എളുപ്പമുണ്ട് എന്നുള്ളതും സൃഷ്ടാവ് തന്നിട്ടുള്ള ഒരു ഉറപ്പാണ്.